നമുക്ക് ഉമർ ഫൈസി മുക്കത്തിന്റെ കാര്യമെടുക്കാം. അദ്ദേഹം പരസ്യമായി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ, ഇപ്പോൾ ഖാസിയാകാനുള്ള താങ്കളുടെ യോഗ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ഈ തരത്തിലുള്ള വിമർശനങ്ങൾ ഇതിനു മുൻപ് ആരും നേരിട്ടിട്ടില്ലാത്തതാണ്. അപ്പോൾ അവിടെ താങ്കളുടെ മതപരമായ പാണ്ഡിത്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നായി അത് മാറിയിട്ടുണ്ട്. വേദനിപ്പിച്ചോ താങ്കൾ അത്? ഞാൻ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനത് അത്ര മനസ്സിലേക്ക് കൊടുക്കാറില്ല. ഈ പറയുന്ന ആളുകൾക്ക് ഓരോരോ സമയത്ത് അവരുടെ ചില മനോനിലയ്ക്കനുസരിച്ച് പറയുന്നതാകും. അതിനൊന്നും ഞാൻ അത്ര വില കൽപ്പിക്കാറില്ല. പറയുന്നത് പോകും, അത്രേ ഉള്ളൂ. പക്ഷെ പറഞ്ഞത് സംസ്ഥയുടെ സെക്രട്ടറിയാണ്. ആര് പറഞ്ഞാലും പറയുന്നത് മനുഷ്യനാണല്ലോ. ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ടതായിട്ടുള്ള പിന്നെ മനസ്സോ ആ രീതിയിലുള്ള വീഴ്ചകളുണ്ടാവും, വൈകല്യങ്ങളുണ്ടാവും. അങ്ങനത്തെ മനസ്സായിരിക്കും ചില സമയത്ത് ഉണ്ടാവുക. ആ സമയത്ത് അവരെന്തെങ്കിലും പറയും. അതിനൊന്നും ഞാനത് വേദനയോടെ ഒന്നും കാണാറില്ല. പക്ഷെ ഞാൻ കരുതുന്നത് താങ്കൾ അത് ഒരു അതിര് കടന്ന പരാമർശമായി പോയി എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾ അതിനോട് യോജിക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഈ കിതാബ് വായിച്ചിട്ടുള്ള ഒരാൾക്ക് പറയാവുന്ന രീതി, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനായ ഒരാൾക്ക് ഖാസിയാകാൻ എങ്ങനെ കഴിയും? ഖാസിയുടെ മുന്നിലേക്ക് ഒരു പ്രശ്നമായി വരുമ്പോൾ അതിന് പരിഹാരം കണ്ടെത്താനും പറഞ്ഞു കൊടുക്കാനും അദ്ദേഹത്തിന് കഴിയണം. അതിന് വേണ്ട യോഗ്യത ഉണ്ടോ എന്ന ചോദ്യമാണ്. അത് വളരെ പ്രകോപനപരമല്ല. എന്നെ നിയോഗിച്ചിട്ടുള്ള ആളുകളാണ് അത് തീരുമാനിക്കേണ്ടത്. എൻ്റെ ജ്യേഷ്ഠന്മാർ അവർ വിട പറഞ്ഞതിന് ശേഷം അവർ കൈകാര്യം ചെയ്തിരുന്ന മേഖലകൾ, അതിൽ ഖാദി സ്ഥാനം ഉണ്ടായിരുന്നു, പാർട്ടിയുടെ സ്ഥാനം ഉണ്ടായിരുന്നു, ഒരുപാട് സ്ഥാപനങ്ങളുടെ സ്ഥാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ വിവരമില്ലാത്തവരല്ലല്ലോ. വിവരവും വിവേകവും പക്വതയുമുള്ള ആളുകളാണ് സമുദായ നേതൃത്വം. അതിൽ മഹല്ലുകളുടെ നേതൃത്വം ഉണ്ടാവും, പള്ളിയുടെ നേതൃത്വത്തിലുള്ള ആളുകളുണ്ടാവും, മദ്രസകൾ, മറ്റ് മതസ്ഥാപനങ്ങൾ. ഇതൊക്കെ പക്വതയും പാകതയും വിവരമുള്ള ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന മേഖലയാണ്. അപ്പോൾ അവർക്ക് അറിയാലോ ആരെയാണ് ഇത് ഏൽപ്പിക്കേണ്ടതെന്ന്. അപ്പോൾ അവരുടെ ആ പക്വത അനുസരിച്ച് അവരേൽപ്പിച്ചു. അപ്പോൾ എനിക്ക് അതിന് യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. യോഗ്യതയിൽ എത്ര ആളുകളുണ്ട്, ഒരു പഞ്ഞവുമില്ലല്ലോ. പക്ഷേ അത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്.